എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അട്ടിമറികളാണ് ഇപ്പോൾ IPL 2026-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ സാക്ഷാൽ RCBയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് ഗുജറാത്ത് 4 വിക്കറ്റിന് തകർത്തെറിഞ്ഞപ്പോൾ ഈയൊരൊറ്റ മത്സരം IPL പോയിന്റ് ടേബിളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ഭൂകമ്പമാണ്. ഈ അട്ടിമറിയോടെ ചില ടീമുകൾക്ക് പുതിയ ജീവൻ കിട്ടിയപ്പോൾ മറ്റു ചില ടീമുകളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളുടെ വാതിലുകൾ എന്നേക്കുമായി അടയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3 ടീമുകൾ പ്ലേ ഓഫിൽ തങ്ങളുടെ ഇരിപ്പിടം ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. എന്നാൽ 3-4 ടീമുകളുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ആ ഒരൊറ്റ സീറ്റിനു വേണ്ടി 3 ടീമുകൾ തമ്മിൽ നടക്കാൻ പോകുന്നത് ചോര ചിന്തുന്ന പോരാട്ടമായിരിക്കും. RCBക്കെതിരായ ഗുജറാത്തിന്റെ ആ വിജയത്തിന് ശേഷം പോയിന്റ് ടേബിളിലെ സമവാക്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുകയാണ്. പ്ലേ ഓഫ് റേസ് ഇപ്പോൾ വെറുമൊരു മത്സരമല്ല, മറിച്ച് ശ്വാസമടക്കി പിടിച്ചിരിക്കേണ്ട ഒരു സൂപ്പർ ത്രില്ലറായി മാറിയിരിക്കുന്നു. സീസണിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഓരോ മത്സരവും വെറും 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അതിന്റെ പ്രത്യാഘാതം പോയിന്റ് പട്ടികയിലെ മുഴുവൻ ടീമുകളിലും ആഞ്ഞടിക്കുന്നുണ്ട്. 2026 സീസണിലെ 42ാം മത്സരമാണ് RCBയും ഗുജറാത്തും തമ്മിൽ നടന്നത്. ഹൃദയമിടിപ്പ് കൂട്ടിയ ഈ മത്സരത്തിൽ RCBയെ അവരുടെ മണ്ണിൽ വെച്ച് 4 വിക്കറ്റിന് ഗുജറാത്ത് തകർത്തെറിഞ്ഞപ്പോൾ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. സീസൺ പുരോഗമിക്കുന്തോറും പോയിന്റ് ടേബിളിലെ ഓരോ മാറ്റവും ഓരോ സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്നതാണ്. ഓരോ മത്സരത്തിനു ശേഷവും ചിത്രം മാറുന്നു. ചിലർ കിരീടത്തിലേക്ക് ശക്തമായ ചുവടുവെപ്പുകൾ നടത്തുമ്പോൾ മറ്റു ചിലർ പതിയെ റേസിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ നിമിഷം പോയിന്റ് ടേബിൾ നമ്മോട് പറയുന്ന കഥയെന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിലേക്ക് വന്നാൽ ഏറ്റവും താഴെ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ലക്നൌ സൂപ്പർ ജയന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സീസണിൽ ലക്നൌവിന്റെ പ്രകടനം ആരാധകരുടെ പ്രതീക്ഷകളെ പാടെ തകിടം മറിക്കുന്നതായിരുന്നു. ഇതുവരെ കളിച്ച 8 മത്സരങ്ങളിൽ വെറും 2 എണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. 6 മത്സരങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. അക്കൗണ്ടിലുള്ളത് വെറും 4 പോയിന്റുകൾ മാത്രം. അവരുടെ നെറ്റ് റൺ റേറ്റ് -1.106 എന്ന വളരെ അപകടകരമായ നിലയിലാണ്. ഇത് അവരുടെ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ടീമിന് ലീഗിൽ ആകെ 14 മത്സരങ്ങളാണുള്ളത്. ലക്നൌവിന് ഇനി 6 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ 6 മത്സരങ്ങളും തുടർച്ചയായി ജയിച്ചാൽ പോലും അവർക്ക് പരമാവധി 16 പോയിന്റിലെത്താം. എന്നാൽ അവരുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ ഇതൊരു അസാധ്യമായ ലക്ഷ്യമായി തോന്നുന്നു. ഇനി അവർക്ക് ഓരോ മത്സരവും ഫൈനൽ പോലെ കളിച്ചേ തീരൂ. ഇനി 9ാം സ്ഥാനത്തുള്ള 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിലേക്ക് വരാം. മുംബൈയുടെ അവസ്ഥയും മറിച്ചല്ല. 8 മത്സരങ്ങളിൽ അവർക്കും നേടാനായത് വെറും 2 വിജയങ്ങൾ മാത്രം, 6 തോൽവികൾ. കയ്യിലുള്ളത് അതേ 4 പോയിന്റുകൾ. എന്നാൽ നെറ്റ് റൺ റേറ്റ് -0.784 ആയതിനാൽ അവർ ലക്നൌവിന് തൊട്ടുമുകളിലുണ്ട്. എങ്കിലും ഈ ഇതിഹാസ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമാണ്. പ്ലേ ഓഫിലെത്തണമെങ്കിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും അവർ ജീവൻ മരണ പോരാട്ടം നടത്തി വിജയിച്ചേ തീരൂ. അനുഭവ സമ്പത്തുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ അത് സ്ഥിരതയോടെ പുറത്തെടുത്താൽ മാത്രമേ ഇനി അവർക്കൊരു തിരിച്ചുവരവുള്ളൂ. 8ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. 8 മത്സരങ്ങളിൽ 2 വിജയവും 5 തോൽവിയുമാണ് KKRന്റെ സമ്പാദ്യം. ഒരു മത്സരം ഫലമില്ലാതെ ഉപേക്ഷിച്ചു. നിലവിൽ 5 പോയിന്റും -0.751 എന്ന നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട്. ഇനിയുള്ള 6 മത്സരങ്ങളിൽ കുറഞ്ഞത് 5 എണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ അവരുടെ പ്ലേ ഓഫ് മോഹങ്ങൾക്ക് ജീവൻ വയ്ക്കൂ. അല്ലാത്തപക്ഷം അവരുടെ ഈ സീസണിലെ യാത്ര ഇവിടെ അവസാനിക്കും. 7ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 8 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 5 തോൽവിയുമായി 6 പോയിന്റാണ് ഡൽഹിക്കുള്ളത്. -1.060 എന്ന മോശം റൺ റേറ്റ് അവർക്കൊരു വലിയ തിരിച്ചടിയാണ്. പ്രതിഭകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ടീമാണെങ്കിലും തുടർച്ചയായി മികവ് പുലർത്താൻ കഴിയാത്തതാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. അടുത്ത 3-4 മത്സരങ്ങൾ തുടർച്ചയായി ജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആദ്യ 4-ൽ കടന്നുവരാൻ കഴിയൂ. 6ാം സ്ഥാനത്ത് സാക്ഷാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 5 തോൽവിയുമായി 6 പോയിന്റാണ് ചെന്നൈക്കുമുള്ളത്. എന്നാൽ -1.120 എന്ന ഭേദപ്പെട്ട റൺ റേറ്റ് അവരെ ഡൽഹിക്ക് മുകളിൽ നിർത്തുന്നു. ചെന്നൈയുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ അനുഭവ സമ്പത്താണ്. ഒരു തവണ ആ പഴയ താളം അവർ വീണ്ടെടുത്താൽ പിന്നെ തുടർച്ചയായി വിജയങ്ങൾ കൊയ്യാനും പ്ലേ ഓഫിലേക്ക് കുതിക്കാനും അവർക്ക് സാധിക്കും. അതിനായി ഇനിയുള്ള മത്സരങ്ങളിൽ കുറഞ്ഞത് 4-5 എണ്ണമെങ്കിലും അവർ ജയിച്ചേ തീരൂ. ഇനി 5ാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ കുതിപ്പിലേക്ക് വരാം. RCBക്കെതിരായ ചരിത്ര വിജയത്തോടെ ഗുജറാത്ത് ടേബിളിൽ വൻ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 4 തോൽവിയുമായി അവർ ഇപ്പോൾ 10 പോയിന്റിൽ എത്തി നിൽക്കുന്നു. -0.192 എന്ന ചെറിയൊരു ആശങ്ക ഉണ്ടെങ്കിലും ടീം മികച്ച ആത്മവിശ്വാസത്തിലാണ്. ആദ്യ 4-ൽ ഇടം പിടിക്കാൻ അവർക്ക് ഈ വിജയ തുടർച്ച നിലനിൽക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന 3 മത്സരങ്ങളിൽ 2 എണ്ണമെങ്കിലും ജയിച്ചാൽ ഗുജറാത്തിന്റെ പ്ലേ ഓഫ് യാത്ര എളുപ്പമാവും. ഇനി നമ്മൾ കടക്കുന്നത് പോയിന്റ് ടേബിളിലെ ഏറ്റവും ചൂടേറിയ ഭൂമിയിലേക്കാണ്. ആദ്യ 4 സ്ഥാനങ്ങൾ. 4ാം സ്ഥാനത്ത് വൈഭവ് സൂര്യവംശി അടങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. 9 മത്സരങ്ങളിൽ നിന്ന് 6 ഗംഭീര വിജയങ്ങളോടെ 12 പോയിന്റുമായി അവർ പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. +0.617 എന്ന മികച്ച നെറ്റ് റൺ റേറ്റും
ബാറ്റിംഗിലും ബൌളിംഗിലുമുള്ള മികച്ച ബാലൻസും ഈ ടീമിനെ ഏറ്റവും അപകടകാരികളാക്കുന്നു. ഇതേ ഫോമിൽ തുടർന്നാൽ രാജസ്ഥാനെ തടയുക അസാധ്യമാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട്. രാജസ്ഥാനെ പോലെ തന്നെ 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയത്തോടെ 12 പോയിന്റാണ് അവർക്കുമുള്ളത്. എന്നാൽ +0.832 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് അവരെ മുന്നിലെത്തിക്കുന്നു. ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ വെടിക്കെട്ട് പ്രകടനവും മൂർച്ചയേറിയ ബൌളിംഗ് നിരയും അവരെ ഈ സീസണിലെ ഏറ്റവും ശക്തമായ എതിരാളികളാക്കുന്നു. ഗുജറാത്തിനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും രണ്ടാം സ്ഥാനത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെ തുടരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 12 പോയിന്റുമാണ് RCBക്കുള്ളത്. എന്നാൽ +1.420 എന്ന അവിശ്വസനീയമായ നെറ്റ് റൺ റേറ്റ് അവരെ ബാക്കി എല്ലാ ടീമുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. മികച്ച സന്തുലിതാവസ്ഥയുള്ള ഈ ടീം ഇതേ താളത്തിൽ കളിച്ചാൽ ലീഗ് ഘട്ടം കഴിയുമ്പോൾ ആദ്യ 2 സ്ഥാനങ്ങളിൽ തന്നെ ഫിനിഷ് ചെയ്യാനും പ്ലേ ഓഫിൽ അതിന്റെ ആനുകൂല്യം നേടിയെടുക്കാനും അവർക്ക് സാധിക്കും. ഒടുവിൽ രാജാക്കന്മാരെ പോലെ 1-ാം സ്ഥാനത്ത് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നത് പഞ്ചാബ് കിങ്സ് ആണ്. അവരുടെ പ്രകടനം ഈ സീസണിൽ അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമാണ്. വെറും 8 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും ഒരേ ഒരു തോൽവിയും, ഒരു മത്സരം ഫലമില്ലാതെ അവസാനിച്ചു. 13 പോയിന്റും +1.043 എന്ന ഗംഭീര നെറ്റ് റൺ റേറ്റുമായി അവർ തലപ്പത്ത് വിരാജിക്കുന്നു. ടീമിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലുമുള്ള സന്തുലിതാവസ്ഥയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ ഫോം നിലനിർത്തിയാൽ ഈ വർഷം അവർ കപ്പിൽ മുത്തമിടാനുള്ള സാധ്യത പോലുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പഞ്ചാബ്, രാജസ്ഥാൻ, ബാംഗ്ലൂർ ടീമുകൾ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ശക്തമായ ചുവടുവെപ്പുകൾ നടത്തിയിരിക്കുന്നു. ഹൈദരാബാദും ഒട്ടും പിന്നിലല്ല. അതേസമയം മുംബൈ, ലക്നൌ, കൊൽക്കത്ത തുടങ്ങിയ ടീമുകൾക്ക് ഇനിയുള്ള ഓരോ മത്സരവും ക്രോസ് ഫയർ പോലെയാണ്. ജയിച്ചാൽ നിലനിൽക്കാം, തോറ്റാൽ പുറത്ത് എന്ന നിലയിലാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ആരൊക്കെ വാളെടുത്ത് പോരാടുമെന്നും ആരൊക്കെ വീണുപോകുമെന്നും കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ത്രില്ലിംഗ് സീസണിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആ 4 ടീമുകൾ ഏതൊക്കെയായിരിക്കും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.